ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കുറച്ച് പൂക്കളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു കാർ ഡെക്കറേഷനാണ് ഇന്നത്തെ പരിപാടി. ഒരു പിങ്ക് കളറ് ലില്ലി പൂക്കളും അതുപോലെ തന്നെ വയലറ്റ് കളറ് ആസ്റ്റർ പൂക്കളും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ഇലകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒയാസീസിൽ കുറച്ച് ലീഫൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ലീഫാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത്, ഈ ഒരു ചെടിയുടെ ഈ ഇലയെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി മോഡലാണ് ഒന്ന് ട്രൈ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു മോഡൽ കണ്ടിട്ടുമില്ല, ഞാനൊട്ട് ചെയ്തിട്ടുമില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുളമാവുകയാണെങ്കിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. രണ്ട് വശത്തോട്ടുമാണ് ഞാൻ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. മിഡിൽ ഇങ്ങനെ എംറ്റി ആയിട്ടാണ് ആദ്യം വെക്കാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണൂ. അപ്പോൾ നമ്മുടെ ഈ വയലറ്റ് പൂക്കൾ ഫില്ലേഴ്സായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ അതിന് രണ്ട് സൈഡിലും അവിടെ ആയിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ബൊക്കയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലില്ലി പൂക്കളാണ് കേട്ടോ. ഞാൻ പിങ്ക് കളർ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, ഈ ലില്ലി പൂക്കളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമ്മൾ അത് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നല്ല ഒരു അറേഞ്ച്മെൻറ്റിന് നമുക്ക് എത്ര പൂക്കളുണ്ടോ അതനുസരിച്ച് നമുക്ക് രണ്ട് സൈഡിലും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബൊക്കയുടെ രണ്ട് സൈഡും ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. കുറേ ലീഫും, രണ്ട് വെറൈറ്റി ലീഫ്, പിന്നെ ഫില്ലേഴ്സ് വയലറ്റ് കളർ ചെറിയ പൂക്കൾ, പിന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടറായ ലില്ലി പൂക്കളും ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് രണ്ട് വശം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ലുക്കുണ്ട്. എന്തായാലും അത് അത്രയും മതിയെന്ന് ഞാൻ കരുതുകയാണ്. ഇനി നമുക്ക് ഈ നടുക്കായിട്ട് കുറച്ച് എന്തെങ്കിലും വേണമല്ലോ. എന്തായാലും ഞാൻ എംറ്റി സ്പേസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനൊരു ചെറിയ ലീഫും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ ലീഫിൻ്റെ ഇടയിലായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ഒരു വൈറ്റ് കളർ ക്രിസാന്തമം, നടുക്ക് നല്ല ഒരു ബ്രൗണും ഗ്രീനും ഒക്കെ വരുന്ന എഫക്റ്റ് വരുന്ന ഒരു കളറാണ്. നല്ല രസമുണ്ട്. ഇത് പ്ലാസ്റ്റിക് പൂവാണെന്നൊക്കെ തോന്നത്തുള്ളൂ, അത്രയ്ക്ക് ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. അതും കൂടെ ഞാൻ ഇതിനിടയിൽ ഫുള്ളായിട്ടത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അങ്ങനെ 3 വെറൈറ്റി ലീഫും 3 വെറൈറ്റി പൂക്കളും വെച്ച് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ട് തന്നെ ഒരു കാർ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു ബൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞാൻ സ്പോട്ടിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഇത് ഒന്ന് കാറിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാവേ. കാറിൽ വെച്ചാൽ എങ്ങനെയാണ് ലുക്കെന്നൊന്ന് നോക്കണ്ടായോ? എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വെള്ള കാറിൽ നമ്മുടെ ഈ പൂക്കളും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് എന്നെ അറിയിച്ചേക്കണേ. അതായത് കൊള്ളാവോ കൊള്ളത്തില്ലേ, കളറ് എങ്ങനെ ശരിയായിട്ടുണ്ടോ, ഡിസൈൻ എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, നിങ്ങളുടെ ഓരോ അഭിപ്രായത്തിനും ഞാൻ വില കൽപ്പിക്കുന്നതായിരിക്കും നമ്മുടെ അടുത്ത വർക്കിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് വേഗം വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് കല്യാണത്തിന് വന്നാലോ. എന്തായാലും ഞങ്ങൾ കല്യാണത്തിന് വന്ന് പള്ളിയുടെ അവിടെ വെച്ച് കാറിൻ്റെ അവിടെ നിന്ന് ഫോട്ടോയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.